ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലെയുള്ള ബീഡ്സ് വെച്ചിട്ടൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മാല, കമ്മൽ, ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്തെടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു സിൽവർ ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജംപ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കമ്മൽ ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലെയുള്ള ഇയർ ഹുക്കുകൾ, പിന്നെ ഹുക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് എസ് ഹുക്കോ അതല്ലെങ്കിൽ കൈച്ചെയിനൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഹുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വെച്ചെന്നുള്ളൂ. പിന്നെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ജംപ് എടുക്കുക, എന്നിട്ട് പതിയൊന്ന് ഇത് അകർത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഷെൽ ബീഡിൻ്റെ ഈ കനം കുറഞ്ഞ ഈ ഭാഗത്ത് ഈ ജംപ് കോർത്തെടുക്കുക. അതിനുശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്കിതെല്ലാം കുറച്ചങ്ങോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കും, ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഈ ഒരു ചെയിനും ജംപ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇത് ക്ലോസ് ചെയ്തതൊന്ന് പതുക്കെ നിവർത്തി കൊടുത്തിട്ട് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ലൂപ്പ് ക്ലോസ് ചെയ്യാം. വീണ്ടും നമ്മൾ അടുത്തൊരു ഹോളിലൂടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഹുക്ക് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ആ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ എസ് ഹുക്ക് ആയാലും വെച്ച് കൊടുക്കാം. എസ് ഹുക്ക് ഇതാ ഞാനിവിടെ എസ് ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് കൂടിയിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ കമ്മൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ മാലയും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കമ്മൽ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ജംപ് ഒരെണ്ണം കോർക്കുക. അത് കഴിഞ്ഞിട്ട് ജംപ് അങ്ങനെ ജസ്റ്റ് കോർത്ത് കൊടുത്താൽ മതി. ഒരു ജംപ് ഒരു ജംപ് അതുപോലെ കോർത്ത് കൊടുക്കുക. അടുത്ത ജംപ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു ജംപ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ ജംപ് മൂന്നാമത് നമ്മളിട്ട ജംപ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു കമ്മലിൻ്റെ ഹുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അടിപൊളി ഇയർ ഹാങ്ങിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇയർ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു തീനെടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ജംപ് എടുത്ത് വേറൊരു മോഡൽ കമ്മലുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഇതിൽ കോർത്തു. അതിനുശേഷം വേറൊരു ജംപ് എടുത്ത് ഇതിലേക്ക് കൂടി ഇട്ടു. ഈ ലൂപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഈ ജംപ് ഒരെണ്ണം കൂടി കോർത്ത് കൊടുത്തു. ശേഷം അതിൽ വേറൊരു ജംപ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഈ ജംപ് ഓപ്പൺ ചെയ്തു. അതിൽ വേറൊരു ബീഡിട്ടു. ഒരു ജംപ് അതിലിട്ട് കൊടുത്തു. ശേഷം ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക്
ഇനി നമുക്കിത് ഇയർ ടാഗിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ആ ഒരു ജംപ് നമുക്ക് അവസാനമിട്ട ആ ഒരു ജംപ് റിങ് ഇതേപോലെ അകത്തി കൊടുത്തിട്ട് ഈ ഒരു ഹുക്കിനുള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലോസ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ടുള്ള വേറൊരു ഇയറിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മാലയും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.